കന്നാലിന് മാറ്റിക്കെട്ടാനായിട്ട് പോയതാണ്. അന്നേരം ആന അവിടെ നിൽക്കുമായിരുന്നു. നിന്നപ്പോൾ ഞാൻ ഓടി രക്ഷപ്പെട്ടു. ആന ആക്രമിക്കുകയും ചെയ്തു. എൻ്റെ കന്നാലിനെ കുത്തി കീറി നാശലതൊക്കെ. കുഴപ്പമൊന്നുമില്ല. എന്നാലും അന്നേരം തന്നെ ഞാൻ പാഷനെ വിളിച്ച് പാഷ ഓടി എത്തി. ഗുണ്ട് പൊട്ടിച്ചപ്പോൾ ആന ഭയങ്കര ഉറക്കെ നൊല വിളിച്ചു. പാഞ്ഞു വന്നാൽ ആന മരത്തിനിട്ട് ഇടിക്കുമായിരുന്നു, പ്ലാവിന്. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതിന് ആന എന്നെ കൊന്നാൻ. എൻ്റെ ചെരുപ്പൊക്കെ അവിടെ കിടപ്പുണ്ട്. നട്ടുച്ചയ്ക്കാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. പശുവിനെ അഴിച്ചുകെട്ടാനാണ് തങ്കമ്മ വീടിന് പുറത്തിറങ്ങിയത്. തൊട്ടുമുന്നിൽ മരം കുലുക്കിക്കൊണ്ട് കാട്ടുകൊമ്പൻ. കുത്തുകിട്ടാതിരിക്കാൻ തങ്കമ്മ ഓടി രക്ഷപ്പെട്ടു. ആനവാച്ചറെ വിളിച്ചു. അവരെത്തി ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് തങ്കമ്മയുടെ പശുവിനെ ആന ആക്രമിച്ചത്. ആനയെ ഓടിച്ച് മാറ്റുന്നിടയിലാണ് ഈ കന്നുകാലിക്കെട്ട് ആന കുത്തിയത്. ആന കുത്തിയെടുത്ത് എറിയുകയാണ് ചെയ്തത്. പ്രകോപനമില്ലാതെ തന്നെ പടക്കം പൊട്ടിക്കാതെ തന്നെ ആനയെ മാറ്റിവിടാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. പക്ഷേ പിന്നീട് ഈ കന്നാലിനെ കുത്തിയപ്പോൾ പിന്നെ പടക്കം പൊട്ടിച്ചാണ് ഓടിച്ച് ആനക്കാട്ടിലിട്ട് കയറിപ്പോയത്. ഡീപ്പായിട്ടുള്ളതുകൊണ്ട് എനിക്കൊരു 10-25 സ്റ്റിച്ചുണ്ട്. വരുന്ന വലത്ത് കാലിന് കുറവിൻ്റെ അവിടെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ വയറിൻ്റെ അടിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. വാലിൻ്റെ ഭാഗത്ത് പരിക്കുണ്ട്. 3-4 സ്ഥലത്ത് ഡീപ്പ്, അടിയിൽ ഊണ്ടിച്ചിട്ട് ഡീപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രധാനപ്പെട്ട ലക്ഷ്യം. 2 വർഷം മുൻപ് കാട്ടുപന്നി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റയാളാണ് തങ്കമ്മ. കൂട്ടിക്കൽ ഭാഗത്ത് വൈദ്യുതി വേലി സ്ഥാപിക്കുന്നത് 4 മാസം മുൻപ് വനം മന്ത്രി എത്തി ഉദ്ഘാടനം ചെയ്തിരുന്നതാണ്. എന്നാൽ ഇതുവരെ ഇതിന്റെ പണി ആരംഭിച്ചിട്ടില്ലെന്ന് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ആരോപിച്ചു. സുജോ എഡ്വേർഡിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.